ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു 2025 2025 നമ്മളൊരു ജേണൽ സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു നമ്മൾ 2025 ന്യൂ ഇയറിന് എഴുതിയിട്ട് സെക്കൻഡ് പേജിൽ എൻ്റെ പേരും എഴുതി, തേർഡ് പേജിൽ ഞാൻ എഴുതിയിട്ടുള്ളത് ടൈം, പ്രാക്ടീസ് ആൻഡ് സക്സസ്. ഇതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ ഒരു ഓംപ്ലേറ്റ് വരച്ചിട്ട് പിന്നെ ഞാൻ പെൻസിൽ കൊണ്ട് എഴുതിയിട്ട് പിന്നെ നമ്മൾ സ്കെച്ച് വെച്ച് എഴുതണം കേട്ടോ. പിന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു നോട്ട്ബുക്കിലാണ് ട്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡയറിയോ അല്ലെങ്കിൽ വലിയ നോട്ടോ അല്ലെങ്കിൽ പ്ലെയിൻ നോട്ടോ ഒക്കെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ നോട്ട്ബുക്ക് ലൈനുള്ളതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി ശ്രമിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടും ലൈക്ക് ചെയ്യാണ്ടും കാണുന്നതാണെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും ചെയ്യുക. പിന്നെ കമൻറ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മളിതാ ഓംപ്ലേറ്റിൻ്റെ നടുവിൽ നമ്മളൊരു യെല്ലോ കളർ കൊടുക്കുകയാണ്. അപ്പോൾ ഓംപ്ലേറ്റ് കോളായോ അതോ പൂവായോ എന്നൊക്കെ നിങ്ങൾ പറയുക കേട്ടോ. എനിക്ക് പിന്നെ വരയ്ക്കാനൊന്നും അറിയില്ല. പിന്നെ നമ്മൾ അങ്ങനെ വരയ്ക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഒന്ന് ബോർഡർ കൊടുത്തിട്ട് യെല്ലോ കളർ കൊടുക്കുക. ഈസിയാണ് ഓംപ്ലേറ്റ് വരയ്ക്കുക. അതാണ് ഞാൻ ഈ ഓംപ്ലേറ്റ് വരച്ചത്. ഇഷ്ടപ്പെട്ടൊന്ന് പറയാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏത് നോട്ടിലും കുഴപ്പമില്ല, വല്ലതും വല്ലാത്തൊക്കെ ആകാം. അപ്പോൾ നമ്മൾ കളർ കൊടുത്തിടണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്താ ഇപ്പോൾ അവിടെ ഒരു ഫോണ് നീലെ. അപ്പോൾ അത് വേറൊന്നുമല്ല, ഞാൻ ഈ ബുള്ളറ്റ് ജേണലല്ല, ഈ ഒരു ജേണൽ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് കാര്യം മാത്രമേ ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് കാര്യമൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ യൂട്യൂബറില്ലേ എസ്തെറ്റിക് വൈബ്സ് വൈഗ, അപ്പോൾ അതിൻ്റെ നോക്കിയിട്ടാണ് ആ ഡിയറിനെ നോക്കിയിട്ടാണ് ഞാൻ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. എനിക്ക് അറിയുന്നതും കുറച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, കുറച്ചൊക്കെ എൻ്റെ ഫ്രണ്ടിനെ വായിക്കാനും നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. യൂട്യൂബ് അറിയില്ലേ എല്ലാവർക്കും, എസ്തെറ്റിക് വൈബ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നോക്കിയിട്ട് ഒക്കെയാണ്. അപ്പോൾ അറിയാണ്ട് ഫോൺ അതിൽ വന്നതാണ് കേട്ടോ. നിങ്ങളൊന്നും ആക്കണ്ട. അറിയാണ്ട് ഞാൻ സൈഡിൽ വെച്ച് നോക്കുമ്പോൾ വന്നതാണ്. അപ്പം ഇനി വീഡിയോ ഡിലീറ്റ് ആക്കണ്ടല്ലോ വെച്ചിട്ടാണ് ഞാനിങ്ങനെ പറയണത് കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ വീഡിയോ ഐഡിയാസാണ്. നമ്മൾ ഓരോ മാസത്തെ വീഡിയോ ഐഡിയാസ് എഴുതി വയ്ക്കുക. അത് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ എഴുതി വയ്ക്കുക മുന്നേ. അപ്പോൾ നമുക്ക് അതിൽ നോക്കിയിട്ട് വീഡിയോ ഐഡിയാസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ഒരു 6 മന്തിൻ്റെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ മുഴുവനും 12 മന്ത്സ് ആക്കാൻ വിചാരിച്ചു. എന്തായാലും എനിക്ക് കുറേ വീഡിയോ ഐഡിയാസ് വേണം, ക്രാഫ്റ്റ് ആണല്ലോ പ്രത്യേകിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ഐഡിയാസൊക്കെ എഴുതി വയ്ക്കുക, അതാണെങ്കിൽ നല്ലൊരു ഇതാണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2 പേജിൽ വീഡിയോ ഐഡിയാസ് എഴുതി വയ്ക്കാൻ വിചാരിച്ചു. ഓക്കെ, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈനൊക്കെ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു റോസ് കളറ് പിങ്ക് കളറും കൊണ്ട് നമ്മളിങ്ങനെ ഒരു ബോർഡറൊക്കെ വരച്ചിട്ട് അടിപൊളിയാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാം കേട്ടോ. എൻ്റെ പോലെ തന്നെ ആക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാം. അപ്പോൾ ഇതാ നമ്മൾ 12 മന്ത്സിൻ്റെ ചെയ്യണം. ഒരു പേജിൽ 6 മന്ത്സിൻ്റെ, ഒരു പേജിൽ 6 മന്ത്സ്, 6 12 മന്ത്സിൻ്റെ നമ്മൾ ചെയ്യാണ്. അപ്പോൾ വെറുതെ ചെയ്ത് വെച്ചാൽ പോരാ, ഇതിൽ നമ്മൾ ഐഡിയാസൊക്കെ എഴുതിയിട്ട് പിന്നെ വീഡിയോ എടുത്ത് ഇടും വേണം. അതാണെങ്കിൽ എനിക്ക് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല കണ്ടൻറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എന്തൊക്കെ വീഡിയോ ഉണ്ട് എപ്പോഴൊക്കെയാണ് അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പേജാണ് ഈ ഒരു വീഡിയോ ഐഡിയാസ്. എനിക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ് ഈ വീഡിയോ ഐഡിയാസ്. അപ്പോൾ ഞാൻ ഇതിൽ നോക്കിയിട്ടൊക്കെ ഇടാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ഐഡിയാസ് എഴുതിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഇത് കൂടെ പെൻസിൽ വെച്ചിട്ടല്ല വരഞ്ഞത്, ചിലപ്പോൾ തെറ്റും, അതുകൊണ്ട് പെൻസിൽ വെച്ചിട്ടല്ല നമ്മൾ വരഞ്ഞത്. ഇനി അതിൻ്റെ മേലെ കൂടെ നമ്മൾ ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ടോ മാർക്കർ വെച്ചിട്ടോ വരയ്ക്കണം. ഞാൻ സ്കെച്ച് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്, ബ്ലാക്ക് സ്കെച്ച്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ.
മുകളിൽ ഞാൻ സ്പേസ് ഇട്ടുണ്ടല്ലോ, അപ്പം അതിൽ നമ്മൾ മന്ത്സിൻ്റെ പേര് എഴുതി കൊടുക്കുകയാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ സ്പീഡിൽ എഴുതാം കേട്ടോ. ഫസ്റ്റത്തെ ഇതിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, പിന്നെ അപ്പുറത്തേക്ക് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, അങ്ങനെ 12 മന്ത്സിൻ്റെ എഴുതി കൊടുക്കാം കേട്ടോ നമുക്ക്. പിന്നെ ഞാൻ വോയിസ് ഓവർ എടുത്താൽ ശരിയാവൂല കേട്ടോ. എന്നാ വെച്ചാൽ എനിക്കൊരു ഇതുപോലെ തോന്നുന്നില്ല, കറക്റ്റായി തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ പാട്ട് വയ്ക്കാൻ വിചാരിച്ചു, പാട്ട് ഇടാൻ വിചാരിച്ചു, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അപ്പോൾ നമുക്ക് വയ്ക്കാം. ഓക്കെ. പിന്നെ നമ്മൾ അടുത്ത് ചെയ്യുന്നത് നമ്മളെ ഡ്രീംസും ഗോൾസൊക്കെയാണ്. ഡ്രീംസ് കുറേ ഉണ്ട് കേട്ടോ, ഡ്രീംസൊക്കെ. അപ്പോൾ നമ്മൾ അതൊക്കെ നമുക്ക് അറിയാം, എനിക്കറിയാം സ്വന്തമായിട്ടും. പക്ഷെ നമ്മളൊരു ബുക്കിലേക്ക് എഴുതിയിരിക്കുന്ന ഒരു വെറൈറ്റി അല്ലേ. അപ്പോൾ നമുക്ക് ഡ്രീംസ് എഴുതുന്നുണ്ട്. ഞാൻ ഡ്രീംസ് ഒന്നും കാണിക്കുന്നില്ല, അത് നമ്മളൊരു പേഴ്സണലല്ലേ. അപ്പോൾ ഞാൻ ഡ്രീംസ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. കാണിക്കണമെന്നൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ ഡ്രീംസ് എഴുതിയിട്ടുണ്ട്. അപ്പം പിന്നെ ഗോൾസ് പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് നടത്തണം എന്ന്. അപ്പോൾ എനിക്ക് ഒരു 100 സബ്സ്ക്രൈബറായാൽ നിങ്ങൾക്കൊരു ഗിവ് അവേ തരുന്നുണ്ട്. അതെൻ്റെ ഒരു ഗോൾസാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രീംസും ഗോൾസും എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അടുത്തത് നമ്മൾ ബുക്സാണ്. ഇനി വായിക്കണം എന്നുള്ള ബുക്സ് എഴുതി വയ്ക്കുക. ഞാൻ കുറേ എൻ്റെ സ്കൂൾ ലൈബ്രറിയിൽ കുറേ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിക്കണം. നമ്മൾ അതിൻ്റെ പേരൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എഴുതാം. ഓക്കെ. സ്റ്റഡി ട്രാക്കറാണ്, 12 മന്ത്സിനുള്ള സ്റ്റഡി ട്രാക്കർ. അപ്പം ഞാൻ ഒരു പൊട്ടത്തരം ചെയ്തു. ഇവിടെ സ്റ്റഡി ട്രാക്കർ ഒന്ന് എഴുതിയിട്ട് പിന്നെ അവിടെ തൊട്ടപ്പുറത്ത് വേറെ ഒന്ന് എഴുതി വെച്ചു, പിന്നെ 11 മന്ത്സ് വേറെ എഴുതി വെച്ചു. അങ്ങനെ ചെയ്തപ്പോൾ ഫസ്റ്റ് വെച്ച് സ്റ്റഡി ട്രാക്കറാണ് എഴുതിയത്. അടുത്തത് വന്നിട്ട് നമുക്ക് കാണാൻ ആഗ്രഹമുള്ള സിനിമാസ് എഴുതാനാണ്. അപ്പോൾ എനിക്ക് കുറേ കാണാനുള്ള സിനിമ ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ അതിലെഴുതി വയ്ക്കാം. നിങ്ങൾക്ക് ഏതൊക്കെ കാണാൻ താല്പര്യമുണ്ട് നമ്മൾ എഴുതി വയ്ക്കാം. ആഗ്രഹമുള്ളത്, നമ്മൾ കാണാത്തത്. ഓക്കെ. സ്റ്റഡി ട്രാക്കർ എഴുതുന്നുണ്ട്. 12 മന്ത്സിൻ്റെ മൂവിന് സ്റ്റഡി ട്രാക്കർ. അപ്പോൾ ഒരു 12 പേജിലായിട്ട് എഴുതുന്നുണ്ട് നമ്മൾ കേട്ടോ.
അപ്പോൾ അത് നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് മുഴുവനായിട്ട് കാണാം അല്ലേ? അപ്പോൾ ഞാൻ സംസാരിക്കേണ്ട, നമുക്കൊരു ട്യൂൺ ഇട്ടിട്ട് നമുക്കിത് കാണാം. മുഴുവനായി കാണാമല്ലേ? ഓക്കെ, പിന്നെ മുഴുവനായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ബാക്കിലത്തെ ഞാൻ കൊടുത്തത്. അപ്പോൾ ഇത് നമ്മളിവിടെ 1 2 3 സ്റ്റാർട്ട് തുടങ്ങല്ലേ? ഇതാട്ടെൻ്റെ ഒരു ബുക്കാണ്, തുടങ്ങും. അപ്പോൾ ഇതാ നമ്മളിതാണ് കവർ പേജ് കൊടുത്ത്, പിന്നെ എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, പിന്നെ നമ്മളെ വേർഡ് ഓഫ് ദി ഇയർ, പിന്നെ നമ്മുടെ വീഡിയോ ഐഡിയാസ് എഴുതിയിട്ടുണ്ട്, പിന്നെ ഡ്രീംസ് ഗോൾസ്, ബുക്സ്, സ്റ്റഡി ട്രാക്കർ, പിന്നെ മൂവീസ്, പിന്നെ അങ്ങോട്ടും സ്റ്റഡി ട്രാക്കർ തന്നെ ഉള്ളൂ. പിന്നെ അധികമൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെയ്യും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.